കുസറ്റ്സ് ഓൺസണിലാണ്. ഇതാണ് അതിൻ്റെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞിട്ട്. നേരിട്ടാണ് ഭയങ്കര ഭംഗിയാട്ടോ. വീഡിയോയിൽ എന്തോരം ഭംഗി അതിൻ്റെ കിട്ടുന്നുണ്ടെന്നറിയില്ല, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ഇവിടെ വന്ന് എന്തായാലും കാണണം. ടോക്കിയോ എന്ന് പറയുമ്പോൾ 300 കിലോമീറ്റർ ഉള്ളൂ. കാറിന് വരികയാണെങ്കിൽ ഏകദേശം ഒരു 3.5 മണിക്കൂർ, എക്സ്പ്രസ് ഒക്കെ എടുത്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ 5-5.5 മണിക്കൂർ. ഈ കാണുന്നൊക്കെ സൾഫർ കെട്ടിക്കിടക്കണതാണ്. ഇതിൻ്റെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇവിടെ. ഇത് സ്മെല്ലല്ല, ഭയങ്കരമായിട്ട് ഇതിൻ്റെ സ്മെല്ലുണ്ട്, സൾഫറിൻ്റെ സ്മെല്ലുണ്ട്. പക്ഷേ ഈ തണുപ്പത്ത് ഈ ഹോട്ട് സ്പ്രിംഗ് എടുത്ത് വരുമ്പോൾ തണുപ്പ് നമ്മൾ അറിയുന്നില്ല. ഇപ്പം എങ്ങനെ പോയിക്കോ നമ്മൾ പോകണേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പബ്ലിക് ഓൺസൺ നോക്കാനാണ് വേണ്ടി പോണത്. കണ്ടോക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. ഗൂഗിളിലെ ഫോട്ടോസൊക്കെ കാണാൻ ഭംഗിയുണ്ട്. നമുക്ക് നേരിട്ട് നോക്കാം, ഇതുപോലെ നേരിട്ട് കാണാൻ ഭംഗിയുണ്ടോ ഇല്ലെന്ന് അറിയാം. സാധാരണ നമ്മൾ ഫോട്ടോ കണ്ട് പോകുമ്പോൾ ഫോട്ടോയിൽ കാണുന്ന ഭംഗി നേരിട്ട് കാണുമ്പോൾ എവിടെയും കിട്ടാറില്ല. ഇങ്ങനെ ചില സ്ഥലങ്ങളിൽ കിട്ടാറുണ്ട് കേട്ടോ. ഫുജിയിലടുത്തും ഒരു വില്ലേജ് ഉണ്ട്, അത് നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് കണ്ട പച്ചയ്ക്ക് മീൻ പൊള്ളിച്ച് കൊടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ആട്ടോ ഇതിന്. വാങ്ങിച്ചോ. അപ്പോൾ ഇതൊക്കെ മീറ്റ് ഐറ്റംസ് ആണ്. ഈ ഇങ്ങനെയുള്ള മീറ്റ് ഐറ്റംസൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമുക്ക് അതിനെ വാങ്ങിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് കിട്ടിയിട്ട് ഇതിന് 400 എന്നാണ്. നാട്ടിൽ ഏകദേശം 250-300 രൂപ. അതിനുള്ളതില്ല, പക്ഷെ എന്നാലും ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എമ്മയാണ്. അപ്പോൾ ഇതിൻ്റെ സോസ് എന്ന് പറഞ്ഞാൽ മൗണ്ട് കുസറ്റ്സ് എന്ന് പറഞ്ഞൊരു മൗണ്ടനിൽ നിന്നാണ് ശരിക്കും ഇതിൻ്റെ ഹോട്ട് വാട്ടറിൻ്റെ സോസ് മൊത്തം ഇവിടേക്ക് വരുന്നത്. നല്ല രസമാട്ടോ ഈ വിൻ്റർ ടൈമിൽ ഇവിടെ ഈ നാച്ചുറൽ ഹോട്ട് സ്പ്രിംഗ് എടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കാനും ആവി പിടിക്കാനൊക്കെ രസമുണ്ട്. പ്രത്യേകിച്ച് നമ്മളിങ്ങനെ വീട്ടിൽ നിന്ന് പണിയെടുത്ത് അടുത്ത് പണ്ടാറണമെങ്കിൽ കഴിയുമ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്കൊരു മൈൻഡ് ബോഡിയൊക്കെ ഒന്ന് റിഫ്രഷ് ആവും. ഭയങ്കര രസമാണ്. Where are you going? നല്ല രസത്തിലാണ് ഇവരുണ്ടാക്കി വെച്ചേക്കുന്നത്. ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാട്ടോ. അങ്ങനെ ബ്യൂട്ടിഫുൾ. കുറച്ച് ആപ്പാണ് ലൈറ്റൊക്കെ പോയി ജസ്റ്റ് നമുക്ക് അവിടെ കണ്ടിട്ട് വരാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഹോട്ട് സ്പ്രിംഗിൽ കുറച്ച് കാലൊക്കെ നനച്ചിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോകാം. നല്ല ഉടുപ്പ് വേണ്ട. ഇതൊരു ടെമ്പിളാണ് ശരിക്കും പറഞ്ഞാൽ. ഇതൊരു ഡിസൈൻ ഉണ്ട്. ക്യോത്തോയിൽ ഒരു ഭയങ്കര വലുതാണ്, ഭയങ്കര ലെങ്സിലാണ്. ഇത് അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്കല്ല, കാണാൻ രസമല്ലേ അറിയത്. ഇതൊരു അമ്പലമായതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കയറുന്നില്ല. ഞാൻ ഇവർക്ക് അതിൻ്റെതായ കുറച്ച് രീതികളുണ്ട് പ്രാർത്ഥിക്കാനും കയറാനും പുറക്കാനൊക്കെ. അപ്പം നമ്മളായിട്ട് ഒരു ഇന്ത്യക്കാരെ വില കളയണ്ടല്ലോ വെച്ചിട്ട് ഞാൻ കയറുന്നില്ല.
നമ്മുടെ ക്യാമറയിൽ ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ഫുൾ വീഡിയോ എടുത്തില്ല. എന്നാലും ഞാൻ ഇറങ്ങി ഇതൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. നല്ല രസമുണ്ട് കേട്ടോ, തണുപ്പത്ത് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കാലിട്ടിരിക്കാൻ. ഈ ഒരു ഇതിന് കുറേ ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. കുറേ അസുഖങ്ങളിൽ നിന്ന് നമുക്ക് മുക്തി കിട്ടും. പിന്നെ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. ലവ് ഫെയിലിയർ ഒഴിച്ച് ബാക്കി എല്ലാ അസുഖങ്ങൾക്കും ഇത് ഹീൽ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണ് ഞാൻ നെറ്റിൽ കണ്ടത്. പക്ഷികളൊക്കെ പറന്നു പോകുന്നുണ്ടോ? എവിടെയോ പടക്കം പൊട്ടിച്ചാട്ടോ. പടക്കം പൊട്ടിച്ചാണോ അവിടെ? പടക്കമാണോ എന്താണോ അറിയില്ല. ഇനി വല്ല ജീവികളൊക്കെ ഓടിപ്പിക്കാൻ വേണ്ടി പൊട്ടിക്കണമെന്ന് അറിയില്ല. എന്തായാലും ഒരുപാട് പക്ഷികൾ അവിടെ നിന്ന് പറന്നു പോയി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്ന നേരത്താണ് എന്തായാലും ലേറ്റ് ആയപ്പോൾ പിന്നെ നൈറ്റ് വ്യൂ കൂടെ കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡ്രെയിനേജിൽ നിന്നൊക്കെ സ്റ്റീം വരുന്നതുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്ന വെള്ളമെല്ലാം ഈ ഹോട്ട് സ്പ്രിങ്ങിന് പറ്റിയ വെള്ളമാണ്. എല്ലാത്തിനും സ്റ്റീമാണ്. ഫുള്ളൊരു പുകമയം. വെള്ളം ആട്ടോ വീഴുന്നത്. അതിൻ്റെ പുകയാണ് മുഴുവൻ. ആ വെള്ളത്തിൻ്റെ പുകയും മുഴുവൻ. സ്ട്രീറ്റ്സോടെ കാണിച്ചുതരാം. സ്ട്രീറ്റ്സ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. സ്ട്രീറ്റ്സോടെ കാണിച്ചുതരാം. വാവ്, ഫുൾ പുകമയം. ഇപ്പം മണം അറിയാത്ത പോലെ, കുറേ നേരം നിന്ന് ആ സ്മെല്ല് വരാത്ത പോലെ. ഇവിടെയും ഇങ്ങനെ പബ്ലിക്കായിട്ട് ഓൺസൺ ഉണ്ട് കേട്ടോ, കാല് മുക്കി വയ്ക്കാനായിട്ട്. ഇവിടെ അവിടെ കുഞ്ഞൊരു ബാറുണ്ട്. നിങ്ങൾക്ക് ബബിൾ ടീ വേണോ? ഇതിൻ്റെ മുകളിലൊരു അമ്പലം ഉണ്ട്. ഇപ്പോൾ കാണാവോ എന്നറിയില്ല. ഇത് നിങ്ങൾ നടന്നു വന്ന വഴിയിൽ അത് കാണാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇതൊരു അമ്പലം കേട്ടോ. അതിൻ്റെ മുകളിൽ നടന്നു കയറാൻ മടിയായതുകൊണ്ട്